ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മളൊരു ഹോം മെയ്ഡ് ചിക്കൻ ബർഗറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബർഗർ ഉണ്ടാക്കണം മുമ്പ് തന്നെ നിങ്ങൾ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോയി ബർഗർ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് അടുത്തത് ബണ്ണാണ് എടുക്കുന്നത്. ഇത് നമുക്ക് മുറിക്കണം. ഞങ്ങളിത് ഓൾറെഡി മുറിച്ചത് കൊണ്ട് ഞങ്ങളിത് കാണിക്കുന്നില്ല. ഇതുപോലെ മുറിക്കണം കേട്ടോ. എത്ര പേർക്കാണോ ബർഗർ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബണ്ണ് നിങ്ങൾക്ക് എടുക്കാം. ഞങ്ങളിപ്പോ ഇവിടെ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി സവോളയും തക്കാളിയും മുറിക്കാം. അപ്പൊ ഞാൻ തക്കാളി മുറിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അതിന്റെ ആ ഒരു രീതിയിൽ നിങ്ങൾ മുറിക്കുക കേട്ടോ. ഇപ്പൊ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞു പീസായിട്ട് കഴിക്കുന്നതാണ് പറ്റുക. അല്ല പറഞ്ഞാൽ അത് ചിലപ്പോ കഴിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞു പീസാക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ ക്യാബേജ് ഇല്ല കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ അതെടുക്കുക. അതും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങളുടെ കയ്യിൽ ക്യാബേജ് ഇല്ലാത്ത കൊണ്ടാണ് ഞങ്ങൾ ക്യാബേജ് ഇടാത്തത് കേട്ടോ. ഇപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്ക് സവാളയാണ് എടുക്കേണ്ടത്. ഈ ഒരു പാത്രത്തിലോട്ട് ഞാൻ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര എണ്ണമാണോ വേണ്ടത്, എത്ര പേർക്കാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ളത് എടുക്കാം കേട്ടോ. തക്കാളിയും സവാളയൊക്കെ ഇപ്പൊ ഞങ്ങളിപ്പോ അത്ര അങ്ങനെ തക്കാളിയും സവാളയും ഒന്നും കഴിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ 3 പേർക്ക് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ അളവ് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇപ്പൊ ഞാനിവിടെ ഈ ഫുള്ള് സവാള എടുക്കുന്നില്ല, ഞാൻ ഹാഫ് എടുക്കുന്നുള്ളൂ. അങ്ങനെയൊന്നും ഞങ്ങൾ ഉള്ളിയൊന്നും ഈ സവാള ഒന്നും അത്ര അങ്ങനെ കഴിക്കില്ല. അപ്പൊ നമ്മള് ഇതും തക്കാളി മുറിച്ച പോലെ തന്നെയാണ് കേട്ടോ മുറിക്കുന്നത്. അപ്പൊ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് ഒഴിക്കാം. പിന്നെ നിങ്ങൾക്ക് മയണൈസ് ഒഴിക്കാം കേട്ടോ. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ മയണൈസ് ഇല്ല. അപ്പൊ നമുക്ക് 2 സൈഡും മയണൈസ് ഒഴിക്കാം. സോസ് ഒഴിക്കാം. മയണൈസ് ഒഴിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ ഏതെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളടുത്ത് പറഞ്ഞാൽ മതി. ഞങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും കേട്ടോ. അത് ഞങ്ങളെ കൊണ്ട് പറ്റണമെന്ന് വേണം. ഇങ്ങനെ ഫയറിലൊക്കെ ഉള്ള സ്റ്റൗവൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഇതൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് പറ്റില്ല. അല്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നിങ്ങളുടെ അളവിനുള്ള ടൊമാറ്റോ സോസൊക്കെ ഒഴിക്കാം. ഞങ്ങൾക്കിപ്പോൾ ഇത്രയാണ്. കൂടുതലെടുത്താൽ ചിലപ്പോൾ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ തല്ലിക്കൊല്ലും. ഓക്കെ. അപ്പൊ നമുക്ക് തക്കാളിയും ഉള്ളിയും ഇടാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജ് ഫസ്റ്റ് ഇടാം കേട്ടോ. ഇപ്പൊ ഞാൻ വേഗം തന്നെ തീർക്കുകയാണ്, കാരണം സമയം ഇപ്പോ രാത്രി ആവാൻ തുടങ്ങി. ഉള്ളി നമ്മൾ കൂടുതൽ ഇടുന്നില്ല. എപ്പോഴും ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ബാക്കി വരാറുണ്ട്. ഓക്കെ. ചിക്കൻ ഇടാം. ഇത് ചിക്കൻ കറിന്റെയാണ് കേട്ടോ. അത്യാവശ്യം കൂടുതൽ നമ്മൾ ചിക്കൻ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ടു.
നമ്മൾ അടുത്തത് ബട്ടറാണ് ഇടുന്നത്. വേഗം തീർക്കാൻ വേണ്ടിട്ട് നമ്മൾ കത്തി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമ്മളിവിടെ മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നിറഞ്ഞാലേ ഞങ്ങളുടെ തലയിൽ കൂടിയാണ് വീഴുക. ഇങ്ങനെ ഇടുന്നുള്ളൂ. നമ്മൾ ആദ്യം ബട്ടർ ഇടാൻ മറന്നുപോയി. അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ഇടുന്നത്. എല്ലാ ഭാഗത്തൊന്നും ആവില്ല. ഓക്കെ, അപ്പം ഇത്രയൊക്കെ മതി. നമുക്ക് ഒന്ന് വേഗം ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്ലോസ് ചെയ്ത് നമുക്ക് വേഗം ഉള്ളിൽ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ സേഫ് ആയിട്ട് തന്നെ വീട്ടിനുള്ളിലായി. ഓക്കെ, നമുക്കപ്പോൾ ഇനി ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് ബട്ടർ ഒന്ന് തേക്കാം. നമുക്ക് ഉള്ളിലൊന്നും എല്ലാ ഭാഗത്തൊന്നും ആവാത്ത കൊണ്ടാണ് നമ്മളിപ്പോ പുറത്തെങ്കിലും ഒന്ന് ഇത്തിരി ആക്കുന്നത്. നമ്മളിപ്പോ കത്തിയല്ല, ഇതുപോലെ ഒരു സ്പൂണാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇത് കഴിക്കുമ്പോ ഒന്നും ഉള്ളിലത്തെ സാധനം ഒന്നും പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഇതുപോലെ എന്തോ ഒരു ടൂത്ത് പിക്ക് എടുക്കാം. അപ്പൊ അതേ നമ്മളുടെ ചിക്കൻ ബർഗർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് വെക്കുമ്പോ ഒന്ന് സൂക്ഷിക്കണം. കഴിക്കുമ്പോ അതിൻ്റെ ഉള്ളിലോ ഇവിടെ കുത്താണ്ട് ഒന്ന് സൂക്ഷിക്കണം. ഏകദേശം ഒരു ഇവിടെ ആവുമ്പോ നമുക്ക് ഇതൊന്ന് എടുത്ത് കളയാം. ഓക്കെ, അപ്പൊ നമുക്ക് തത്തൂന്റെ അടുത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ. തത്തു, ഞങ്ങള് ചിക്കൻ ബർഗർ ഉണ്ടാക്കിയത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തത്ത് പറയണത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പറയുന്നത്. അപ്പൊ നിങ്ങളും ഇത് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ചാച്ച, ബൈ.